ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവി. പക്ഷേ എടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക്, അതായത് മലയാളി പ്രേക്ഷകർക്ക് അധികം പരിചിതമല്ലാത്ത ആൾട്ടർനേറ്റ് ഹിസ്റ്ററി സ്വഭാവത്തിലുള്ള പടമാണെന്നുള്ള പ്രത്യേകതയാണ് രേഖാചിത്രത്തിനുള്ളത്. മലയാള സിനിമയിലെ ബ്രില്യൻ്റ് ഡയറക്ടറാണ് ജോഫിൻ ടി ചാക്കോ. ആദ്യ ചിത്രമായ പ്രീസ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അവതരണ രീതിയാണ് രേഖാചിത്രത്തിലേത്. മമ്മൂട്ടിയുടെയും മഞ്ജു വാര്യരുടെയും അഭിനയ മികവാണ് പ്രീസ്റ്റിൻ്റെ പ്രത്യേകത. എന്നാൽ രേഖാചിത്രത്തിൽ യുവനടനായ ആസിഫ് അലിയെയും അനശ്വര രാജനെയും സമർത്ഥമായി ഉപയോഗിക്കാൻ ജോഫിൻ ടി ചാക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവേകായി ആസിഫ് അലി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് അനശ്വര രാജൻ്റേത്. ചിത്രത്തിലെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന ആ കഥാപാത്രത്തെ അനശ്വര അനശ്വരമാക്കി. കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയാണ് രേഖാചിത്രത്തിൻ്റേത്. ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഓഫീസറാണ് വിവേക്. സസ്പെൻഷൻ കാലാവധി തീരുമ്പോൾ ഒരു വിദൂര സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റപ്പെടുന്നു. അയാൾക്ക് മുന്നിലേക്ക് സങ്കീർണമായ ഒരു കേസ് എത്തുകയാണ്. വളരെ സങ്കീർണമായ ആ കേസ് പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുന്നു. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ചിത്രമാണ് രേഖാചിത്രം.